എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം രേണുസുതി കയറിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബിഗ് ബോസിലൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ നാടകമാവും ഇതെന്നുള്ള ഒരു കാര്യം. അതേ കണക്ക് തന്നെ സംഭവിച്ചിട്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ബിഗ് ബോസിൽ കയറി. ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നാടകവും, ശ്രുതിയുടെ പേര് വേണ്ടാത്ത രീതിയിൽ, വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തിനാ ഇപ്പം ശ്രുതിയുടെ പേര് പറഞ്ഞെന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതിപ്പം വന്ന് ബിഗ് ബോസിൻ്റെ വീടിനകത്ത് കയറിയ സമയത്ത് ഉടനെ "ശ്രുതി ചേട്ടാ ഞാൻ വന്നിട്ടുണ്ട്" എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തിനാണ് എന്നുള്ളത് കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇൻട്രോ വീഡിയോ പോലെ കാണിക്കുമല്ലോ, അവരവരെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, "ഞാൻ കൊണ്ടുവന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ശ്രുതി ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗാണ്, അതിപ്പോൾ ഞാൻ എടുക്കുകയാണ്, ഞാൻ അതാണ് കൊണ്ടുവരുന്നത്." എനിക്കൊന്ന് ഒരു സിമ്പതി പിടിച്ച് പറ്റാനൊക്കെ ശ്രമിക്കുകയാണ്. കാരണം കുറേയധികം പേർക്ക് ശ്രുതി ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ശ്രുതിയുടെ വൈഫെന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയും ഒരു ഇഷ്ടം കാണും. ഇപ്പം യൂട്യൂബൊക്കെ ഉപയോഗിക്കാത്ത സാധാരണ വീട്ടിലൊക്കെ ഉള്ള അമ്മമാരൊക്കെയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ വിഷയത്തെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞണോ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള ട്രിക്ക് എന്നാവാം. അല്ലെങ്കിൽ ചിലപ്പം മനഃപൂർവ്വം എടുക്കാതെ ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ ശ്രുതിയുടെ പേര് പറയുന്ന സമയത്ത് ഒരു ഫേക്ക്നെസ് നമുക്ക് തോന്നുന്നുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം രേണുസുതിയെ പറ്റി ഓരോ ന്യൂസ് കേൾക്കുന്നതുകൊണ്ടുള്ളൊരു കാര്യം കൊണ്ട് അവരെന്ത് ചെയ്താലും അങ്ങനെ തോന്നുകയാണോ എന്നറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ഓരോ സമയത്ത് പറയുമ്പോഴും നമുക്കൊരു ഫീലുണ്ട്, ഇത് ഫേക്കായിട്ട് സംസാരിക്കുകയാണ്, റിയൽ അല്ല എന്നുള്ളൊരു കാര്യം. എന്നിട്ട് അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്, "ഞാൻ റിയലായിട്ട് നിൽക്കാനാണ് നോക്കുന്നത്" എന്നുള്ളൊരു കാര്യം. അപ്പോഴത്തെ ലാലേട്ടൻ പറയുന്നുണ്ടില്ല, അവിടെ ചെല്ലുമ്പോൾ തന്ത്രങ്ങളൊക്കെ മെനയേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്ക് രേണുസുതി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയിക്കുന്ന രീതി, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അഭിനയമാണ് എന്നുള്ള രീതി. അങ്ങനത്തെ ഉള്ളൊരു നാച്ചുറൽ ആക്ടിങ് ശ്രമിച്ചതാണ്. പക്ഷേ എന്തായാലും രേണുസുതി കയറിയിട്ടുണ്ട്. ഇനി ഓരോ ദിവസം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ശാരിക അതിനകത്തുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം ഇനി നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നമ്മളത് ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും.